അതുപോലെ മിറർ വർക്ക് ചെയ്യാനുള്ള റിങ്സ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും ചില കളേഴ്സ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള എംബ്രോയിഡറി ഫ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. എംബ്രോയിഡറി ഫ്ലോസ് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് 2 രൂപയ്ക്കൊക്കെ എല്ലാ കളറും കിട്ടും. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു റൗണ്ടിലാണ് ഞാൻ ചുറ്റി ഇത് ഉണ്ടാക്കുന്നത്. ഈ ഏത് അളവിന് നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള ഇതെടുത്താൽ മതി. ആ ഒരു റിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത്. ഈവൻ നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ ചുറ്റിയെടുത്താലും മതി. അതിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ നൂല് നമുക്ക് സൂചിയിൽ കുരുക്കാം. സാധാരണ എംബ്രോയിഡറി ചെയ്യുന്ന നീഡിൽ തന്നെ മതി. അപ്പോൾ ഇതുപോലെ ഞാനത് കുരുത്തെടുത്തിട്ടുണ്ട്. സൂചിയിൽ ഇതുപോലെ നൂല് കൊരുത്തിട്ടുണ്ട്. ഇത് ഞാൻ രണ്ടും കൂടി ചേർത്ത് കെട്ടുന്നില്ല. നമ്മൾ ഒറ്റ ത്രെഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടെണ്ണം കൂടെ ചെയ്യുമ്പോഴേക്കും ഇത് ഭയങ്കര കട്ടിയായിട്ട് ശരിയാവത്തില്ല. അപ്പോൾ ഒരു എൻഡ് മാത്രം നമ്മൾ ഒന്ന് കെട്ടിയിടാം. ഇനി ഇത് നമുക്ക് ഇതിൽ ചുറ്റാം. ഞാൻ ഇതുപോലെ ഒരു 6 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയിട്ടുണ്ട്. 6 പ്രാവശ്യം ഇതുപോലെ ചുറ്റി. ഇത് നമ്മൾ നോട്ടിട്ട് കൊടുത്താൽ ഇതുകൊണ്ട് അത് താഴേക്ക് ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് നമ്മൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് അധികം ടൈറ്റായിട്ട് ചുറ്റരുത്. നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം ചുറ്റാൻ. എങ്കിലേ നമുക്ക് സൂചി ഇതിനടിയിലൂടെ ഇങ്ങനെ എടുക്കണം. സൂചി ഇതിനടിയിലൂടെ എടുത്ത് നൂല് ഈ സൂചിയുടെ അടിയിലൂടെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇല്ലേ, അത് തന്നെയാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് വീഡിയോയിൽ നോക്കിയാൽ ചെയിൻ സ്റ്റിച്ച് കാണാൻ പറ്റും. അത് നോക്കി പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്തത് അതുപോലെ തന്നെ ചെയ്യാം. ഈ നൂലിനടിയിൽ കൂടെ എടുക്കാം. ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. നമ്മൾ അടുത്തടുത്ത് ഇതുപോലെ സ്റ്റിച്ച് വീഴണം. ഇതുപോലെ തന്നെ അടുത്തതും ഇതിനടിയിലൂടെ നമ്മൾ സൂചി അതിനടിയിലൂടെ എടുത്ത് ഈ നൂല് ഇതുപോലെ എടുത്ത് മുകളിലേക്ക് എടുക്കും. ഇതുപോലെ ഒരു ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ആക്കാൻ നോക്കണം. ഇതിങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വരും. അടുത്തിരിക്കുമ്പോഴാണ് അടുപ്പിച്ചടുപ്പിൽ സ്റ്റിച്ച് വീഴുമ്പോഴാണ് അത് കാണാൻ നല്ല ഭംഗിയാവുന്നത്. ഇതുപോലെ 2 സ്റ്റിച്ച് ഇപ്പോൾ വീണിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചുറ്റിയെടുക്കാം.
നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നോട്ടിട്ട് ഇത് സെക്യൂർ ചെയ്യാം. ലാസ്റ്റ് വരണം നമുക്കിതുപോലെ നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഇതിന് ചുറ്റും നമ്മളിതുപോലെ മിറർ വർക്കിനുള്ള ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിന് ഊരിയെടുക്കാം. നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലായി പോകും. അപ്പോൾ ഇത് കണ്ടാലറിയാം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കണക്ക് തന്നെയുള്ള ഫ്രെയിമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് വലിയ ഫ്രെയിമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത് സൈസിലുള്ളത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സിലുള്ള മിറർ ഫ്രെയിംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് സാധാരണ നമ്മൾ മിറർ വെക്കുന്നത് പോലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ ഫ്രെയിം വെക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റിച്ച് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഗം ഒട്ടിക്കാം, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലല്ലോ. ഇതുപോലെ വെച്ച് നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഗം ഒട്ടിക്കാണ്ടും നമുക്ക് ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തും ഇതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.